പാലക്കാട് യാത്രയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് കൊല്ലങ്കോട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യാത്ര. എന്നാൽ രാവിലെ 6 മണിയായപ്പോൾ തന്നെ ഇറങ്ങിയത് പാലക്കാടിൻ്റെ മറ്റൊരു ഗ്രാമീണത നിറഞ്ഞാടുന്ന സ്ഥലമായ നെന്മാറയെ ആസ്വദിക്കാനായിരുന്നു. നെല്ലിയാമ്പതിയിലേക്കുള്ള പ്രധാന കവാടമാണ് നെന്മാറ എന്നുകൂടി പറയാം. ഈ നെന്മാറ വേല ഇവിടെയാണ് അരങ്ങേറുന്നത്. തൃശ്ശൂർ പൂരത്തിന് സമാനമായി വലിയ ആഘോഷങ്ങളോട് കൂടിയതാണ് നെന്മാറ വേല. ഉത്സവത്തിൻ്റെ അവസാന ദിവസം നെന്മാറ വെടിക്കെട്ടൊക്കെ ഇവിടുന്നാണ് ആഘോഷിക്കുന്നത്. എല്ലാ അമ്പലങ്ങളും ഒരു പോസിറ്റിവിറ്റി നൽകുന്നവയാണെങ്കിലും അമ്പലത്തിലെ പുറത്തെ കാഴ്ചകൾ കൊണ്ട് നമ്മുടെ മനസ്സിനും കണ്ണിനും പോസിറ്റിവിറ്റി നിറക്കുന്ന അമ്പലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചുറ്റും പച്ച പരവതാനി വിരിച്ചുകൊണ്ട് നിൽക്കുന്ന പാടങ്ങളിൽ ഒരു വശത്ത് വലിയ കുന്നുകളും മലകളും, മുന്നിലായി വലിയൊരു അമ്പലക്കുളം. പോസിറ്റിവിറ്റിക്ക് ഇത്രയൊക്കെ തന്നെ ധാരാളമല്ലേ. ഇനി നേരെ നെല്ലിയാമ്പതിയിലേക്ക്. ആ കാണുന്ന മലനിരകളിലൂടെയാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര ചെയ്യേണ്ടത്. യാത്രാമധ്യേ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ചായ കുടിയും പിന്നെ വീണ്ടും നേരെ നെല്ലിയാമ്പതിയിലേക്ക്. ഈ വഴിയിൽ തന്നെയാണ് പോത്തുണ്ടി ഡാമും സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗങ്ങളാണിതൊക്കെ. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് എത്തി. ചെക്ക് പോസ്റ്റ് എൻട്രി ടൈം രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 3 മണി വരെയാണ്. 5 മണിയാണ് എക്സിറ്റ് ടൈം. അപ്പോൾ ഇതാണ് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തിലുള്ള പോത്തുണ്ടി ഡാം. പാവപ്പെട്ടവരുടെ ഊട്ടി എന്നൊക്കെ നെല്ലിയാമ്പതിയെ വിശേഷിപ്പിക്കാറുണ്ട്. അത് ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴേക്കും നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കുറേ വെള്ളച്ചാട്ടങ്ങൾ വഴിയിൽ നിന്ന് തന്നെ കാണാമായിരുന്നു. പാലക്കാടിൻ്റെ നിത്യഹരിത വനമേഖലയാണ് നെല്ലിയാമ്പതി. നെന്മാറയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അടുത്താണ് ഈ നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത്. വഴിയിൽ പല കാട്ടുമൃഗങ്ങളെയും കാണാമെന്ന് പറച്ചിലുണ്ടായിരുന്നു. എന്നാൽ കുരങ്ങനെ അല്ലാതെ വേറെ ഒന്നിനെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെയും യാത്ര തുടർന്നു. ഇടയിൽ മനോഹരമായ മലയൊക്കെ കണ്ടപ്പോൾ ഒന്ന് ആസ്വദിക്കണമെന്ന് തോന്നി വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നെല്ലിയാമ്പതിയുടെ ശരിയായ മനോഹാരിത കാണണമെങ്കിൽ ഇനിയും യാത്രയുണ്ട്. അതുകൊണ്ട് താമസിക്കേണ്ടെന്ന് കരുതി വീണ്ടും തുടർന്നു. നെല്ലിയാമ്പതിയിലേക്ക് KSRTC ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെന്ന് അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പിന്നെ മനോഹരമായ ഒരു അമ്പലക്കുളം കണ്ടു. അവിടെ ഇവിടെയായി വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെല്ലിയാമ്പതിയുടെ റീൽസിലും വീഡിയോസിലും എപ്പോഴും കാണുന്ന ഭാഗമാണ് കേട്ടോ ഇത്. അത് നേരിട്ട് ആസ്വദിക്കാൻ പറ്റിയപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെ സീതാർകുണ്ടെത്തി. ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും ഒരു വെള്ളച്ചാട്ടവും ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നേരെ വ്യൂ പോയിൻറ്റ് കാണാനാണ് പോയത്. സീതാർകുണ്ടിനെ കൊണ്ടൊരു ഐതിഹ്യം. വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഈ പ്രദേശത്ത് വിശ്രമിക്കുകയും സീതാദേവി കുളിച്ച അരുവിയാണ് സീതാർകുണ്ട് എന്നും പറയപ്പെടുന്നു. അങ്ങനെ വ്യൂ പോയിൻ്റ് എത്തി. ഇവിടെ നിന്ന് മനോഹരമായ കൊല്ലങ്കോട് കാണാം. അങ്ങനെ തിരിച്ച് നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തി. അവിടെ ചായ കുടിക്കാനും ഐസ്ക്രീം കഴിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊന്നും കാണാൻ പോകാതെ നമ്മൾ തിരിച്ച് നെല്ലിയാമ്പതി ഇറങ്ങിയാണ്. നമ്മുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ കാണുന്നത് എന്താണെന്നറിയോ? നമ്മൾ വന്ന വഴിയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ റോഡിലൂടെ വണ്ടികൾ പോകുന്നത് കാണാം. ഈ കാടിലൂടെയാണല്ലോ നമ്മൾ വന്നത് എന്നോർത്തപ്പോൾ അത്ഭുതം തോന്നി. ഇനിയുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ പാലക്കാട് എത്തിച്ചത് ഇനി കാണാൻ പോകുന്ന സ്ഥലമാണ്. ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയ സ്ഥലം കൊല്ലങ്കോട്. കൊല്ലങ്കോട് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പാലക്കാട് ലക്ഷ്യമാക്കി നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. കൊല്ലങ്കോട് കാണണമെങ്കിൽ ആദ്യം ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട കാണണം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന തിരക്ക് നമ്മളെ ചായ കുടിക്കാൻ അനുവദിച്ചില്ല എന്ന് വേണം പറയാം.
പിന്നെ കാണാൻ പോയത് സിനിമയിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന കളപ്പുര കാണാനായിരുന്നു. 100 വർഷത്തിലേറെ പഴക്കമുണ്ടത്ര ഇതിന്. ഒരു കാലത്ത് ഇവിടെ താമസമുണ്ടായിരുന്നു അത്ര. എന്നാൽ ഇന്നത് കൃഷിക്കായി മാത്രം ഉപയോഗിക്കുന്നു. പിന്നെ ഇവിടുന്ന് നേരെ പോയത് ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കായിരുന്നു. ആദ്യമായിട്ടാണ് പ്രകൃതിയുടെ പേര് വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കാണുന്നത്. ഈ ഒരു ക്ഷേത്രത്തെ പറ്റിയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് കെട്ടിടമൊന്നുമില്ല. 2 വലിയ ആൽമരങ്ങളുടെ ചുവട്ടിലാണ് പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. ശിവൻ, പാർവതി, വേട്ടക്കാരൻ്റെ രൂപത്തിലുള്ള കറുപ്പസ്വാമി, വേലമ്മ തുടങ്ങിയവരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഇതിവിടുത്തെ പ്രധാന നേർച്ചയാണ്. കുട്ടികളില്ലാത്തവർ, വീട് പണി പൂർത്തിയാകാത്തവർ, വണ്ടി വാങ്ങിക്കാൻ കഴിയാത്തവർ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി വീടിൻ്റെയും തൊട്ടിലിൻ്റെയും ഒക്കെ രൂപം ഉണ്ടാക്കി ആൽമരത്തിൽ തൂക്കിയിടുന്നു. ഒരു വിചിത്രമായ വിശ്വാസം. അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു താമരക്കുളം കൂടി ഉണ്ടായിരുന്നു. അത് അവിടുത്തെ കർഷകർ കൃഷി ചെയ്യുന്നതാണ്. പക്ഷേ താമരക്കുളത്തിൻ്റെ ഭംഗി നശിപ്പിക്കാനായിട്ട് വിവരമില്ലാത്ത കുറച്ച് മനുഷ്യർ തീരുമാനിച്ചിറങ്ങിയ പോലെയാണ്. താമര പറിക്കരുതെന്നും കുളത്തിലിറങ്ങരുത്, ചെതുപ്പ് നിറഞ്ഞതാണ്, അപകടമാണ് എന്ന് എഴുതി വെച്ചിട്ടും ഒരു ചേട്ടൻ അതിൽ ഇറങ്ങി താമര പറിക്കുമായിരുന്നു. കൂടെ ഉണ്ടായ ഒരു ചേട്ടൻ ആ ചേട്ടനെ വഴക്ക് പറഞ്ഞ് പിന്നീടങ്ങ് കരയിലേക്ക് കയറ്റുമായിരുന്നു ചെയ്തത്. ആള് നമുക്ക് ആ താമര അടുത്ത് നിന്ന് കാണിച്ചു തന്നു. അപ്പോഴാണ് അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായത്. വിവരമുള്ള മനുഷ്യരുടെ മറ്റു ചില പ്രവൃത്തികളാണ് ഇത്. അമ്പലത്തിൻ്റെ ഒരു വശത്തുനിന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു, വേസ്റ്റ് അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു. അമ്പലത്തിൻ്റെ പേര് ഒന്നുകൂടി ഓർക്കണേ, ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം. പ്രകൃതിയെ അറിയാതെ, പ്രകൃതിയെ മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ട് നേർച്ച ചെയ്യുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. യാത്ര ചെയ്യുമ്പോൾ ഷോപ്പിംഗ് ചെയ്ത് പൈസ കളയുന്ന പരിപാടി നമുക്കില്ല. പകരം ആ യാത്രയിലെ എന്തെങ്കിലും ഓർക്കാൻ വേണ്ടി വാങ്ങി വെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അങ്ങനെ വാങ്ങിയതാണ് ഇത്. അതിൽ റെസിൻ ഉണങ്ങാത്തത് കൊണ്ട് 5 മിനിറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് അതും കൊണ്ട് പോവാണ് കേട്ടോ നമ്മൾ. അടുത്തത് വാമല ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പോക്കാണ് ഇത്. പക്ഷേ ഇവിടെ നമുക്കൊരു അബദ്ധം പറ്റി. ഹൃദയം സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന വാമലയായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എത്തിപ്പെട്ടത് മറ്റേതോ വാമല. ഇത് വാമല അയ്യപ്പ ടെമ്പിളാണ്. പോവാൻ പ്ലാൻ ഇട്ടിരുന്നത് പല്ലാവൂർ വാമലയിലേക്കാണ്. അതാണ് ഹൃദയം മൂവിയിലെ ലൊക്കേഷൻ. അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ഇടണേ. പക്ഷേ അതിനേക്കാൾ ഇത് തന്നെയാണ് അടിപൊളി സ്ഥലം എന്ന് നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. ഈ മല കയറി എത്താൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. കുറച്ച് അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ പുറത്തെടുക്കേണ്ടി വരും. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളി സ്ഥലം. അത് വൈകുന്നേരമായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലൈമറ്റും കൂടിയായിരുന്നു. അപ്പോൾ വേറെ ലെവലായിരുന്നു കേട്ടോ ആ സ്ഥലം. ചെറിയൊരു മഴക്കാറും ഇടം വെയിലും ഇങ്ങനെ മാറി മാറി വരുന്നു. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങങ്ങായിട്ട് കോടയൊക്കെ കാണുന്നുണ്ടായിരുന്നു. മഴവില്ല് കാണുന്നുണ്ടായിരുന്നു. കുറച്ചധികം സമയം നമ്മളവിടെ ചിലവഴിച്ചു എന്ന് തന്നെ പറയാം. പെട്ടെന്ന് ഇറങ്ങണം എന്ന തീരുമാനത്തോടെയായിരുന്നു നമ്മൾ ആ മല കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ കാഴ്ചകൾ നമ്മളവിടെ പിടിച്ചിരുത്തി. അവിടെ നിന്നുള്ള യാത്ര കോയമ്പത്തൂരുള്ള ഇഷ യോഗ സെൻറ്ററിലേക്കായിരുന്നു. ആദിയോഗി ലൈറ്റ് ഷോ കാണാനായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മൾ എത്തിയത് 7:30 ആയിപ്പോയി. അപ്പോഴേക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പകൽ വെളിച്ചത്തിൽ കൂടി ഒന്ന് ആദിയോഗിയെ കാണാമെന്ന് കരുതി നമ്മളൊന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ വീണ്ടും നമ്മൾ ആദിയോഗി കാണാനെത്തി. ആദിയോഗി എന്നാൽ ആദ്യത്തെ യോഗി. അതായത് യോഗയുടെ ഉപജ്ഞാതാവായി കാണുന്നത് ശിവനെയാണ്. ശിവനാണ് യോഗയുടെ ശാസ്ത്രം 7 ഋഷിമാർക്ക് പകർന്നു നൽകിയതായി വിശ്വസിക്കുന്നത്. പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം. ഇതൊരു ക്ഷേത്രമോ വിഗ്രഹമോ പ്രതിഷ്ഠയോ ഒന്നുമല്ല. ഏത് മതവിഭാഗത്തിനും ഇവിടെ വരാം.
ഈ ശിവൻ്റെ കഴുത്തിൽ കാണുന്ന മാലയുണ്ടല്ലോ, അത് നമുക്കൊരു ചരട് പോലെ തോന്നുമെങ്കിലും ഒറിജിനൽ രുദ്രാക്ഷമാണ്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു രുദ്രാക്ഷമാലകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു വലിയ രുദ്രാക്ഷമാലയാണത്. ഇതിന് 112 അടി ഉയരമുണ്ട്. ഈ 112 എന്നുള്ളത് മോക്ഷത്തിലേക്കുള്ള 112 പാതകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി പോകുന്നത് ഇഷ യോഗ സെൻറ്ററിനുള്ളിൽ തന്നെയുള്ള ധ്യാനലിംഗയിലേക്കാണ്. അത് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മ്യൂസിക് കേൾക്കാട്ടോ. ഒരു 10 രൂപ കൊടുത്താൽ ധ്യാനലിംഗയിലേക്ക് നടക്കാതെ കാളവണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും. ധ്യാനലിംഗം എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഫോണും ക്യാമറയും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരുപാട് ചുറ്റും നടന്ന് അതിനുള്ളിൽ കാണാനും എന്തൊക്കെയോ ഉണ്ട്. അതിനുള്ളിൽ താമസ സൗകര്യമുണ്ട്, പക്ഷെ അതിനായിട്ട് മുൻകൂട്ടി നമ്മൾ റൂം ബുക്ക് ചെയ്യണം. മറ്റൊന്ന് പറയാൻ വിട്ടത്, ഇഷ യോഗയുടെ ഫൗണ്ടർ സദ്ഗുരു ആണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ ഇവിടെയായിട്ട് കാണാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. കാളവണ്ടിയും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി തിരിച്ചു വരുമ്പോൾ കാളവണ്ടിയിൽ കയറി. ഒരാൾക്ക് 10 രൂപയാണ് കാളവണ്ടിയിൽ കയറുന്നതിന് ചാർജ്. മറ്റ് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. പാർക്കിങ്ങിന് ബൈക്കിന് 10 രൂപയാണ്, കാറിന് 30 രൂപ. ഒട്ടും ചിലവില്ലാതെ പോയി വരാൻ പറ്റുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇഷ യോഗ. കോയമ്പത്തൂർ ഇനിയും കാണാൻ ഒരുപാടുണ്ട്, പക്ഷെ അതൊക്കെ ബാക്കി വെച്ചുകൊണ്ട് നമ്മുടെ കോയമ്പത്തൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം.